CBSE ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 95/2024. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, സുരേന്ദ്രനാഥ ബാനർജി. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ആത്മാറാം പണ്ടൂരങ്. നാലാമത്തെ ചോദ്യം, നാവിക കലാപം നടന്നത് എവിടെയാണ്? നാവിക കലാപം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, ബോംബെ. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഡോക്ടർ BR അംബേദ്കർ. ആറാമത്തെ ചോദ്യം, ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ, അമേരിക്ക. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, 42ാം ഭേദഗതി. എട്ടാമത്തെ ചോദ്യം, ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയിൽ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഒൻപതാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മാർഗനിർദ്ദേശക തത്വങ്ങൾ. പത്താമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഭാഗം 4A. 11ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപം. 12ാമത്തെ ചോദ്യം, 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, കെ കേളപ്പൻ. 13ാമത്തെ ചോദ്യം, ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് തിരഞ്ഞെടുക്കുക. 1. മാറുമറക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. അത് ശരിയാണ്. 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി, 1ഉം 2ഉം ശരിയാണ്. 14ാമത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. 15ാമത്തെ ചോദ്യം, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഗൗരി പാർവതിബായ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ്? ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര്? ഉത്തരം ഓപ്ഷൻ എ, ഷു ഫെയ്ഹോങ്. 17ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, KV മനോജ് കുമാർ. 18ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ കൊടുത്തിരിക്കുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പഞ്ചാബ്. 19ാമത്തെ ചോദ്യം, ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ആരായിരുന്നു പോറ്റി ശ്രീരാമലു?
ഉത്തരം ഓപ്ഷൻ ഡി. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തി. 20ാമത് ചോദ്യം. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്നു മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്നു മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നത് ബിലായ് USA. അതാണ് തെറ്റായിട്ടുള്ളത്. ബിലായ് റഷ്യയുടെ സഹായത്താലെയാണ് സ്ഥാപിച്ചത്. ബൊക്കാരോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അതെല്ലാം ശരിയാണ്. ബിലായ് റഷ്യയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 21ാമത് ചോദ്യം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ എ. ഡോക്ടർ APJ അബ്ദുൽ കലാം. 22ാമത് ചോദ്യം. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാറ്? അതായത് താഷ്കന്റ് കരാർ ഉടമ്പടി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി. 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. 23ാമത് ചോദ്യം. കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്തിടെ കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി. കോഴിക്കോട്. 24ാമത് ചോദ്യം. പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഓം പ്രകാശ് ബിർള. 25ാമത് ചോദ്യം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലൂടെ ദേശീയ ജലപാത 3 കടന്നു പോകുന്നത്. അത് ശരിയാണ്. കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. അതും ശരിയാണ്. കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 26ാമത് ചോദ്യം. കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? 1. സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. അത് ശരിയാണ്. 2. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അതും ശരിയാണ്. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ താപനില അനുഭവപ്പെടുന്നു. അത് തെറ്റാണ്. 30 ഡിഗ്രി താഴെയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 27ാമത് ചോദ്യം. കേരളത്തിന്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിന്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 580 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. അത് ശരിയാണ്. 2. തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. അതും ശരി. 3. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നു. അതും ശരിയാണ്. 4. 680 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കേരളത്തിലെ തീരപ്രദേശം. അത് തെറ്റാണ്. മുകളിൽ പറഞ്ഞ പോലെ 580 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. ഇതിലെ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 28ാമത് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവന ഏത്? ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. അത് തെറ്റാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41 എണ്ണമാണ്. 3. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ടൊഴുകുന്നു. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി. 29ാമത് ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. ശാസ്താം കോട്ടക്കായൽ. 30ാമത് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. അത് ശരിയാണ്. 2. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും ശരിയാണ്. 3. പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 31ാമത് ചോദ്യം. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്?
ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്, അത് ശരിയാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, അതും ശരിയാണ്. ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നു, അതാണ് തെറ്റായിട്ടുള്ളത്. വരയാടുകളെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ കാണാൻ സാധിക്കുന്നത്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിലാണ് കാണുന്നത്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഇടുക്കി. 33ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവന ഏത്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്, അത് ശരിയാണ്. മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ്, അതും ശരിയാണ്. 3, മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത്, അത് തെറ്റാണ്. വെങ്കല മെഡലാണ് നേടിയത്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 34ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏത്? 1, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ച്, അത് ശരിയാണ്. 2, കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിലെ ഗവർണർ. 3, കേരളത്തിലെ ഔദ്യോഗിക ഭാഷയാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ, അതും ശരിയാണ്. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മയിലാണ്, അതും തെറ്റാണ്. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. 35ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ആരവല്ലി. 36ാമത്തെ ചോദ്യം, സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതാണ്. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു, അതും ശരിയാണ്. ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു, അത് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 37ാമത്തെ ചോദ്യം, ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1, പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നു, അത് തെറ്റാണ്. തെക്കല്ല, കിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 38ാമത്തെ ചോദ്യം, നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ, അത് തെറ്റാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു, അത് ശരിയാണ്. നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടക് ആണ്, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 39ാമത്തെ ചോദ്യം, ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്, അത് ശരിയാണ്. ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്, അത് തെറ്റാണ്. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഉത്തരം ഓപ്ഷൻ എ, 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 40ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കോഴിക്കോട്. ഇതൊരു പ്രാവശ്യം ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. 41ാമത്തെ ചോദ്യം, ഫെയ്ത്ത് ബിഹൈൻഡ്സ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഫെയ്ത്ത് ബിഹൈൻഡ്സ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, PR ശ്രീജേഷ്. 42ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ് മലയാളി കായിക താരം ആരാണ്?
ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ് മലയാളി കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി PT ഉഷ. 43-ാമത് ചോദ്യം. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഇത് ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ചെനാബ്. 44-ാമത്തെ ചോദ്യം. മിയാൻഡർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണ്? മിയാൻഡർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നദി. 45-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഭൗതികമാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? താഴെ പറയുന്നവയിൽ ഭൗതികമാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? 1. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു. ഭക്ഷണം ദഹിക്കുന്നു. മെഴുക് ഉരുകുന്നു. 1, 3 ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 46-ാമത്തെ ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് വായ്പാ നിയന്ത്രണം, കറൻസി നോട്ട് അച്ചടിക്കൽ, നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ, ഗവൺമെന്റിന്റെ ബാങ്ക്. ഉത്തരം ഓപ്ഷൻ സി ആണ്. നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. 47-ാമത്തെ ചോദ്യം. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ഏത്? ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആദിത്യ L1. 48-ാമത്തെ ചോദ്യം. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി അയർലാൻഡ് ആൻഡ് UK. 49-ാമത്തെ ചോദ്യം. രാജാറാം മോഹൻ റായെക്കുറിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. രാജാറാം മോഹൻ റായെക്കുറിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, സതിയെ എതിർത്തു, ആര്യസമാജം സ്ഥാപകൻ, ആധുനിക വിദ്യാഭ്യാസം നേട്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ആര്യസമാജ സ്ഥാപകൻ. ആര്യസമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണ്. 50-ാമത്തെ ചോദ്യം. SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. 51-ാമത്തെ ചോദ്യം. വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ രക്തചംക്രമണം. 52-ാമത്തെ ചോദ്യം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി BR അംബേദ്കർ. 53-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ സി വൃക്ക. 54-ാമത്തെ ചോദ്യം. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ലാക്റ്റിക് ആസിഡ്. 55-ാമത്തെ ചോദ്യം. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഉത്തരം ഓപ്ഷൻ എ കണ. 56-ാമത്തെ ചോദ്യം. സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഉജ്ജ്വല നെൽവിത്തിന് ഉദാഹരണമാണ്, അത് തെറ്റാണ്. ഉജ്ജ്വല സങ്കരയിനം മുളകാണ്. ജ്യോതിക സങ്കരയിനം പയർവിത്ത് ഉദാഹരണമാണ്, അത് ശരിയാണ്. കിരൺ സങ്കരയിനം വെണ്ടയാണ്, അതും ശരിയാണ്. മുക്തി സങ്കരയിനം വഴുതനയാണ്, അത് തെറ്റാണ്. മുക്തി സങ്കരയിനം തക്കാളിയാണ്. ഇതിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2, 3 ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. 57-ാമത്തെ ചോദ്യം. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ഡിസംബർ 14. 58-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഉത്തരം ഓപ്ഷൻ സി MS സ്വാമിനാഥൻ. 59-ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ. 60-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്?
താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, 1ഉം 2ഉം. അതായത് ദ്രാവകത്തിൽ സങ്കോചിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവ്. 61ാമത് ചോദ്യം, പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏതാണ്? പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മഴവില്ല്. പ്രകീർണനം എന്ന് പറഞ്ഞാൽ ഒരു സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രക്രിയയാണ് പ്രകീർണനം. അതിനുദാഹരണം മഴവില്ല്. 62ാമത് ചോദ്യം, താഴെ പറയുന്നതിൽ ദോലനത്തിന് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത്? പമ്പരം കറങ്ങുന്നത്, അത് ഭ്രമണചലനമാണ്. ഞെട്ടറ്റു വീഴുന്ന മാമ്പഴത്തിൻ്റെ ചലനം നേർരേഖ ചലനമാണ്, അതായത് ലീനിയർ മോഷൻ. ഊഞ്ഞാലിൻ്റെ ചലനം, അത് ദോലനത്തിനാണ് ഉദാഹരണം. ഊഞ്ഞാലിൻ്റെ ചലനം ദോലന ചലനമാണ്. പിന്നെ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനം ക്രമാവർത്തന ചലനമാണ്, അതായത് പീരിയോഡിക് മോഷൻ. 63ാമത് ചോദ്യം, ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. 64ാമത് ചോദ്യം, ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്, അത് ശരിയാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഹൈഡ്രജന് നിറം, മണം, രുചി എന്നിവ ഇല്ല. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ഡി. 65ാമത് ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തമാണ്? ഉത്തരം ഓപ്ഷൻ എ, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനും. 66ാമത് ചോദ്യം, ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്നിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, ലഗ്രാഞ്ചിയൻ പോയിന്റ് 1. 67ാമത് ചോദ്യം, ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഡെങ്കിപ്പനി. 68ാമത് ചോദ്യം, അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, മലമ്പനി. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനിയും ഈഡിസ് ഈജിപ്തിയാണ് പരത്തുന്നത്. 69ാമത്തെ ചോദ്യം, ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. 70ാമത് ചോദ്യം, ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹീമോഫീലിയ. 71ാമത് ചോദ്യം, ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ, നവംബർ 14. 72ാമത് ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? എംഫിസിമ, ബ്രോങ്കൈറ്റിസ്. ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 4ഉം. 73ാമത്തെ ചോദ്യം, ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏത്? ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മാംസ്യം. 74ാമത്തെ ചോദ്യം, ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? ഉത്തരം ഓപ്ഷൻ എ, വിറ്റാമിൻ എ. 75ാമത്തെ ചോദ്യം, സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാണ്? സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വയോ അമൃതം.
76-ാമത്തെ ചോദ്യം, HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? ക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞൻ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, 1ഉം 3ഉം. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വേസ്മാൻ. 80-ാമത്തെ ചോദ്യം, 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, നെതർലാൻഡ്സ്. 2024 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ഈ വീഡിയോയിൽ 80 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.